എങ്ങനെ സുസുക്കി max100 സാമുറായി മോഡൽസിൽ എല്ലാത്തിലും ബാക്ക് ഡിസ്ക് ചെയ്യാമാണ്. ഇതിൽ നമുക്കൊരു സ്റ്റോപ്പർ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അത് ഹാഫ് ഹബ് എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് ഹബ്ബയിലോട്ട് സീറ്റ് വയ്ക്കാൻ വേണ്ടി നമ്മൾ ലെയ്ത്തിലുണ്ടാക്കി എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഗൈസ് ഒത്തിരി നാളായിട്ട് എല്ലാവരും ചോദിച്ചോണ്ടിരുന്ന വീഡിയോ ഇതാ കേട്ടോ. എങ്ങനെ സുസുക്കി max100 സാമുറായി മോഡൽസിൽ എല്ലാത്തിലും ബാക്ക് ഡിസ്ക് ചെയ്യാം. ഓൾറെഡി ഒരു 6 മാസം മുന്നേ ഞാനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അത് പകുതിക്ക് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അതിന് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റാതെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കുറേ പേര് എൻ്റെ ബാക്കിൽ വന്നിട്ട് ചവറ് പോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ട് ഇവിടെ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ എന്നാ പറയണ്ട, അതിന് പകരം ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. സോ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും എങ്ങനെ max100 അല്ലെങ്കിൽ സാമുറായിക്കകത്ത് ബാക്ക് ഡിസ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നതാണ്. ഇത് ഫ്രണ്ട് ഡ്യുവൽ ചെയ്തിട്ടുണ്ട്. ഈ ഡ്യുവലിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്, കണ്ടില്ലാത്തൊരു കാണുക. ആൻഡ് നമ്മുടെ ഫ്രണ്ടിൽ എന്നാ പറയണ്ട, ക്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് വീഡിയോയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് എന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റത്തെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്ങാമെന്ന് പറയുന്നത് GLX വിക്ടറിൻ്റെ സിങ്ങാമാണ്. സോ അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യണം നമ്മൾ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നിങ്ങൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ എന്നെ വിടുകയാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ GLX വിക്ടറിൻ്റെ സിങ്ങാമാണ്. ഇതിൽ നമുക്കൊരു സ്റ്റോപ്പർ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആൻഡ് വേറൊന്നും വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു വണ്ടിയിലും ഈ സിങ്ങാം ഇല്ലാത്തൊരു വണ്ടിയിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ബാക്കിൽ ഡിസ്ക് വെക്കാം. ഞാൻ ജസ്റ്റ് സിങ്ങാം ഉള്ളതുകൊണ്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ വണ്ടി കയറ്റിയിട്ട് ബാക്കിയുള്ള പാർട്സ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പരിചയപ്പെടുത്താം. സോ ഗൈസ്, നമ്മൾ ബാക്ക് ഡിസ്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ബാക്ക് ഡിസ്കിന് വക്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും വക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഹാഫ് ഹബ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് ഹബ്ബയിലോട്ട് സീറ്റ് വയ്ക്കാൻ വേണ്ടി നമ്മൾ ലെയ്ത്തിലുണ്ടാക്കി എടുക്കുന്ന ഒരു സാധനമാണ് ഈ ഹാഫ് ഹബ് എന്ന് പറയുന്നത്. സോ ഇത് അങ്ങനെ എവിടെയും മേടിക്കാൻ കിട്ടത്തില്ല. നമ്മളത് ഓരോ ഡിസ്കിനനുസരിച്ച് നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മളിതിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് NS200 ഡിസ്കിന് മാച്ച് ആകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഹാഫ് ഹബ് ഒന്ന് ഞാൻ ഇതിലോട്ട് നമ്മുടെ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നുള്ളത് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് കണ്ടല്ലോ, ഇതാണ് NS200 ബാക്കി വരുന്ന പ്ലേറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ സ്റ്റെപ്പിൻ്റെ ഡയമെൻഷൻ വന്ന് കറക്റ്റ് നമ്മുടെ പ്ലേറ്റിൻ്റെ സീറ്റിക്ക് അനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ പക്കാ പ്രോപ്പറായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ സ്റ്റെപ്പിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഡിസ്ക് ഇരിക്കുന്ന ഡയമെൻഷനിൽ വ്യത്യാസം വരും. അത് കാരണം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. സോ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ ഈ ഹാഫ് ഹബും യൂസ് ചെയ്യുന്ന ഡിസ്ക് സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡിസ്കിൻ്റെ അതേ കാലിപ്പറാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാലിപ്പർ ആൻഡ് അതിൻ്റെ സ്റ്റേ. ഇപ്പോൾ നമ്മൾ അപ്പാച്ചറാണ് ഡിസ്ക് സെറ്റ് ചെയ്യുന്നത്, അപ്പാച്ചർ തന്നെ കാലിപ്പർ സ്റ്റേ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മൾ NS200 സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് എടുത്തേക്കുന്നതെന്ന് പറയുന്നത് എന്നാ പറയണ്ടേ, 220 എടുത്തേക്കുന്നത്. 220 വന്ന് NS200 ഇതുമായിട്ട് പക്ക സ്യൂട്ടാണ്. സോ അതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്റ്റർ സിലിണ്ടർ വന്നിട്ട് എന്നാ പറയണ്ട, ഇതൊരു അപ്പാച്ചയുടെ മാസ്റ്റർ സിലിണ്ടറാണ്. ഇറ്റ്സ് ഇനഫ്. സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ ആയതുകൊണ്ട് അപ്പാച്ചയുടെ മാസ്റ്റർ സിലിണ്ടർ ആണെങ്കിലും മതി. ഇതിൽ കുറച്ച് ഓൾട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ 3 മെയിൻ കാര്യം നമ്മുടെ ഹാഫ് ഹബ് വിത്ത് അതിൻ്റെ ഡിസ്ക് പ്ലേറ്റ്, പിന്നെ നമ്മുടെ കാലിപ്പർ ആൻഡ് മാസ്റ്റർ സിലിണ്ടർ. ഇനി വണ്ടിയിൽ കുറച്ച് ഓൾട്രേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതിനകത്ത് വണ്ടിക്കകത്ത് കൊണ്ടിരുന്ന ഓൾട്രേഷനിൽ ഒരെണ്ണമാണ് ഈ നമ്മുടെ എന്നാ പറയേണ്ടത് ഈ പെഡൽ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പെഡൽ ഉണ്ടല്ലോ, മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഈ പെഡലിൻ്റെ ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി നീറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യം തന്നെ. കാരണം ഈ ആക്ഷനിൽ വ്യത്യാസം വന്നാൽ നമ്മുടെ ബ്രേക്കിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, തിരിച്ച് പോകാത്ത പ്രശ്നങ്ങളുണ്ടാകും, റിട്ടേൺ പോകുന്ന ചെറിയ പ്രോബ്ലം ഉണ്ടാവും. സോ അത് പക്കയായിട്ട് സെറ്റ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മൾ അടുത്ത സെറ്റ് ചെയ്യേണ്ടത് ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയൊരു എന്നാ പറയുക, ഇവിടുത്തെ നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടുത്തെ മുഴുവൻ സെക്ഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയൊരു പട്ട വെച്ച് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഇത് ഞെക്കുമ്പോഴത്തേക്കും ആ ഒരു ആക്ഷൻ കാരണമാണ് നമ്മുടെ ബ്രേക്ക് അപ്ലൈ ആണ്. ആൻഡ് വേറൊതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മേലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ചേസ് കണ്ടല്ലോ, ഈ ചേസിൽ നമ്മൾ 2 ട്യൂബിനെട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 12 ത്രെഡ് വരുന്ന ട്യൂബിനെറ്റ്സ് ആണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ട്യൂബിനെറ്റാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ഇങ്ങനെ നേരെ നിർത്തുന്നത്. മാസ്റ്റർ സിലിണ്ടർ നിർത്തുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവ് നോക്കി മാസ്റ്റർ സിലിണ്ടർ നേരെ തന്നെ നിൽക്കണം. ചെരിഞ്ഞിരുന്നാലോ ഇച്ചിരി കമ്മന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. സോ നേരെ തന്നെ നിർത്തണം. നമ്മുടെ വണ്ടിയിലുള്ള ഏക ഒരു വെൽഡിംഗ് വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ നമുക്ക് ഇത് അഴിച്ച് ചെയ്യാം, പക്ഷേ ഇത് നമ്മൾ വണ്ടി കൊണ്ടേ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. സോ അതാണ് നമ്മുടെ വണ്ടിയിലുള്ളതെന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്കിനി സെറ്റിങ്ങിൻ്റെ പ്രോസസ്സിലോട്ട് പോകാം. സോ ഗൈസ്, നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഹബ്ബ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ സൈഡിൽ കൂടെ തന്നെ ഇത് ചെയ്യാവുന്ന രീതിയിൽ മുറുക്കാവുന്ന രീതിയിൽ ഹോൾ ചെയ്ത് ത്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ഹാഫ് ഹബ് സീറ്റ് ചെയ്യാൻ പോകുക. അതെങ്ങനെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഹാഫ് ഹബ് കണ്ടല്ലോ, അതിലും ഹോൾ ചെയ്ത് ത്രെഡിങ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഇങ്ങനെ എന്നാ പറയണ്ട, ഈ ഹോൾ വരുന്ന രീതിക്ക് നോക്കിയിട്ട് 3 ഹോൾ നോക്കിയ ശേഷം നമ്മൾ ഇത് വൃത്തിക്ക് വെച്ച് മുറുക്കും. അതിപ്പോൾ ഞാൻ മുറുക്കിയിട്ട് ലാസ്റ്റ് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ
നമ്മൾ ഹാഫ് ഹബ് വെച്ച് നമ്മുടെ സ്റ്റോക്ക് ചെയ്ത് സെറ്റ് ആക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് നട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ 3 എണ്ണമാണ് ചെയ്തേക്കുന്നത്. ഈ 2 എണ്ണവും നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണവും. ഇനി നമുക്ക് ഇതിലൊരു പ്ലേറ്റ് വെക്കണം. അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇത് കണ്ടല്ലോ, ഹബ്ബ് നല്ല പക്ക സീറ്റിംഗ് ആണ്. നമ്മൾ ഇവിടുത്തെ സീറ്റിങ്ങിൻ്റെ ബേസിലാണ് ഹബ്ബ് വന്നേക്കുന്നത്. നല്ല വൃത്തിക്ക് സീറ്റാണ്. ഇവിടുത്തെ ഗ്യാപ്പും നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ നമ്മുടെ എന്നാ പറയണ്ടേ, എല്ലാവരും ചോദിക്കുന്നതാണ്, പിന്നെ ഇതിൻ്റെ ബെയറിംഗ് ഒക്കെ മാറണേ ഹബ്ബ് മൊത്തത്തിൽ വലിച്ചു കുറഞ്ഞ് ചോദിക്കും. പക്ഷേ അങ്ങനെയൊന്നും അഴിക്കണ്ട. കാരണം ബെയറിങ്ങിന് വരാവുന്ന രീതിയിൽ നമ്മളെ വലിയ ഹോളാണ് ഇട്ടേക്കുന്നത്. സോ ആ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. അടുത്ത് നമുക്കിനിയും ഇതിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്ന കാണാം. സോ ഗൈസ്, നമ്മൾ എന്നാ പറയണ്ടേ, പെർഫെക്റ്റായിട്ട് നമ്മുടെ ഡിസ്ക് വെച്ച് നമ്മുടെ എന്നാ പറയണ്ടേ ബാക്ക് ഡിസ്കിൻ്റെ സെറ്റപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്ക് ഹബിനെ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് വണ്ടിയിലുള്ള പണിയാണ്. അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ആൻഡ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിയിലോട്ട് ഇനിയും പമ്പ് സെറ്റ് ചെയ്യണം. പമ്പ് സെറ്റ് ചെയ്ത് ആ ഒരു ഏരിയ മുഴുവൻ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എസോസ് കയറ്റി വെക്കാൻ പറ്റത്തുള്ളൂ. എസോസ് കയറ്റി വെച്ച് സിങ്ങാമെല്ലാം സെറ്റ് ചെയ്ത് അവിടെ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നുള്ളത്. എന്നിട്ട് ബാക്കി നമുക്ക് വണ്ടി കയറ്റാം. ഇത് വീഡിയോ. സോ നമ്മൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത 2 എന്നാ പറയണ്ടേ, ഞാൻ പറഞ്ഞ ആ ഒരു ട്യൂബ് നെട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പമ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡയറക്ഷനിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചാണ് നമ്മൾ പമ്പ് സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ നട്ട് വെൽഡ് ചെയ്തതും ഇങ്ങനെ ഇത് വച്ച് പക്കയായിട്ട് സൂട്ട് ചെയ്ത അളവ് നോക്കിയാണ് നമ്മൾ നട്ട് വെൽഡ് ചെയ്ത്. കാരണം ചുമ്മാ കയറി വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അതിൻ്റെ അലൈൻമെൻറ്റിലും കാര്യങ്ങളെല്ലാം പ്രോബ്ലംസ് വരും. അത് മാത്രമല്ല കണ്ടല്ലോ, നമ്മൾ കറക്റ്റ് പറയുവാണെങ്കിൽ താഴെ വരുമ്പോഴത്തേക്ക് ഈ ഹോളും പെർഫെക്റ്റായിട്ട് മാച്ച് ആവണം. അതും കുറച്ച് കാര്യങ്ങളുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഈ ഹോളും നമ്മുടെ പമ്പ് ഇരിക്കുന്ന റിലീസ്ഡ് പൊസിഷൻ, നമ്മുടെ ഇത് റിലീസ്ഡ് പൊസിഷനിൽ നമ്മുടെ പമ്പും ഹോളിൻ്റെ എല്ലാം പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അലൈൻ ആവണം. എന്നാലേ നമുക്ക് തന്നെ പറയാം ഉദ്ദേശിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ബ്രേക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ പമ്പ് ഇരിക്കുന്ന പൊസിഷൻ ഇതാ കേട്ടോ. കറക്റ്റ് ഈ പമ്പ് ആ താഴത്തെ ഇതെല്ലാം ഒരേ ലൈനിൽ നിൽക്കണം. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കേട്ടോ കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ പക്കയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 LNG ബോൾട്ട് ഇട്ട് നമ്മൾ ചെയ്സയിലാണ് ഉറപ്പിച്ചേക്കുന്നത്. ആ നട്ട് വന്നിട്ട് ഇവിടെ നമ്മളൊരു സ്ക്രൂ ഇട്ട് വെച്ചാൽ ഇതിൻ്റെ ആക്ഷൻ എന്താ കാണിച്ചാൽ താഴോട്ട് വരുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ അടുത്ത വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ സിങ്ങാമ് സെറ്റ് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ റാഡിന് ഇത്ര നീളം കുറക്കത്തില്ല കേട്ടോ. ഇവിടെ വരെ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ ഒരു നട്ട് മേടിച്ച് കട്ട് ചെയ്ത് വെൽഡ് വെച്ചേക്കുവാണ് താഴെ എത്തിക്കാനായിട്ട്. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ സിങ്ങാമ് സെറ്റ് ചെയ്യണം. സിങ്ങാമ് സെറ്റ് ചെയ്ത് കാലിപ്പറിൻ്റെ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ബാക്കിലത്തെ സെറ്റപ്പ് ഓൾമോസ്റ്റ് വണ്ടിയെ കയറി. ഇനി കാലിപ്പർ വെക്കണം, ഇത് തമ്മിലുള്ള കണക്ഷൻ കൊടുക്കണം. അത്രയേ ഉള്ളൂ. പരിപാടി എളുപ്പമായിട്ട് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്ക് ഡിസ്ക് വെക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ നോക്കി ചെയ്യുവാണെങ്കിൽ നമ്മുടെ വൃത്തിക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇനി നമുക്ക് കാലിപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കറങ്ങത്തിന് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കറങ്ങുന്ന പറഞ്ഞ് കാണിച്ചു തരാം. എന്നോട് വേണം കാണിച്ചു തരാം. കണ്ടല്ലോ, ഒരു സൗണ്ടോ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല, പെർഫെക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് കാലിപ്പറോടെ കയറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ കാലിപ്പറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്ന ചെയ്യേണ്ടി, അത് മൈൻഡ് ചെയ്യേണ്ട. നല്ല പെർഫെക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഉരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പെർഫെക്റ്റ് ഗ്യാപ്പിങ്ങും കാര്യങ്ങളാണ്. 2 സ്പേസേഴ്സ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാം. നമ്മൾ സാധാരണ വണ്ടികൾ വരുന്നത് 2 സ്പേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, പിന്നെ ഇതിൻ്റെ വീൽ അഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ, പഞ്ചറക്കാമോ പ്രശ്നമാവും? ഒരു പ്രശ്നവുമില്ല. സാധാരണ ഒരു ഡിസ്ക് ഉള്ള വണ്ടിയുടെ എങ്ങനെയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ ഓപ്പറേറ്റ് ചെയ്യാം. ഇനി ഈ ലൈനർ തമ്മിൽ കണക്ഷൻ ചെയ്ത് പമ്പിങ് കഴിഞ്ഞ് എല്ലാം പെർഫെക്റ്റായിട്ട് ഓടാൻ തുടങ്ങി കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഞാനത് കാണാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് എങ്ങനെ മാക്സ് 100 ബാക്ക് ഡിസ്ക് വെക്കാമെന്നുള്ളതിനുള്ള വീഡിയോ കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പറഞ്ഞാൽ NS200 ഡിസ്ക് പ്ലേറ്റ്, NS200 തന്നെ ബ്രേക്ക് കാലിപ്പർ, NS200 പൾസർ 220 യൂസ് ചെയ്താൽ 220 എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എപ്പോഴും. കാരണം ഇച്ചിരി കോസ്റ്റ് കുറവ് പൾസർ 220 ആണ്. പിന്നെ മാസ്റ്റർ പമ്പ് വന്നിട്ട് അപ്പാച്ചഡയാണ് യൂസ് ചെയ്തേക്കുന്നത്. മാസ്റ്റർ പമ്പ് വന്നിട്ട് ഇപ്പം ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് പുറത്ത് കാണത്തില്ല. ഇപ്പം നിങ്ങൾ ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന രീതി കണ്ടല്ലോ, പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ ബാക്ക് ഡിസ്ക്
ആസ്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്നാ ടയർ മാറാനോ അല്ല പഞ്ചറിങ് സമയത്ത് അഴിച്ചാലോ എല്ലാം സീനുണ്ടോ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു വണ്ടിയുടെ എങ്ങനെയാണ് നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്നത് അതുപോലെ ഒട്ടിക്കാവുന്നതാണ്. നമ്മൾ ഈ സിങ്ങാമിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു സ്റ്റേ പോലെ സെറ്റ് ചെയ്താൽ കേട്ടോ, നമ്മൾ ആ ഒരു ആടാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് റെഡിയാക്കിയേക്കുന്നത്. പിന്നെ ലൈൻ റോൾ ചെയ്യുന്നത് കാണാമല്ലോ. ആൻഡ് നമ്മുടെ പമ്പിങ് കുഴപ്പമില്ല, പക്കയായിട്ടിരിപ്പുണ്ട്. സോ അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ നമുക്കിനി കാണാം. ആക്ച്വലി വണ്ടിയുടെ ഞാൻ പറയണ്ടേ, ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇനി തമിഴ്നാട്ടിൽ കയറ്റിയിടാനുള്ള വണ്ടിയാണ്. ആൻഡ് അവിടെ പോയി പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം വർക്കിങ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വീഡിയോ താഴെ നമ്മുടെ നമ്പർ ഇട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യേണ്ട കമൻറ്റ് ചെയ്യുക. വെൻ ലെറ്റ്സ് മീ ഷിവ സൈനിങ് ഓഫ് ഫ്രം TVM Automotives.